Welcome back. Next topic, divisible profit. So, എന്താണ് divisible profit? Divisible profits are the part of the profit which are available to shareholders for dividend. പ്രോഫിറ്റിൻ്റെ 100% നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വിഹിതം കൊടുക്കില്ല. അതിൽ നിന്ന് ബാക്കിയുള്ള എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്ത് ടാക്സ്, ഡിപ്രീസിയേഷൻ അങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ളതിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നോർമലി പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഓൺലി വെൻ ദ കമ്പനി ഏൺ നെറ്റ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ്, ലോസസ്, ഡിപ്രീസിയേഷൻ, ടാക്സേഷൻ, റൈറ്റ് ഓഫ് പാസ്റ്റ് ലോസസ് ആൻഡ് ട്രാൻസ്ഫറിങ് എ റീസണബിൾ എമൗണ്ട് ടു റിസർവിലേക്ക് കുറച്ച് എമൗണ്ടൊക്കെ മാറ്റിയതിന് ശേഷം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിവിഡൻഡ് കൊടുക്കുക. സോ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ മീതെയാണ്. സോ എന്താണ് ഡിവിഡൻഡ്? ഡിവിഡൻഡ് റെഫേഴ്സ് ടു ദ റിവാർഡ്, ക്യാഷ് ഓർ അതർവൈസ് ദാറ്റ് എ കമ്പനി ഗിവ്സ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വിഹിതത്തിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ വേരിയസ് ഫോംസ് സച്ച് ആസ് ക്യാഷ് പേയ്മെൻറ്റ്, സ്റ്റോക്ക് ഓർ എനി അതർ form. A company's dividend is declared by its board of directors and it requires the shareholders' approval. ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എത്ര ശതമാനമാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് കമ്പനി ഡയറക്ടേഴ്സാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലും കൂടെ വേണം. ദെൻ സോഴ്സസ് ഓഫ് ഡിവിഡൻറ്റ് എങ്ങനെയൊക്കെയാണ്? സോഴ്സസ് ഓഫ് ഡിവിഡൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, ബോത്ത് കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ആൻഡ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്, money provided by the central government or state government for the payment of dividend in pursuance of guarantee given by the government. ഇൻ കേസ് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഗവൺമെൻറ് ഒരു ഗ്യാരണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ കൊടുക്കുന്ന ഫണ്ടും കൂടെ ഇതിനോട് കൂടെ കൂട്ടാം. അപ്പോൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റും പ്രീവിയസ് ഇയർ പ്രോഫിറ്റും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്, ഇനി ഗവൺമെൻറ്റിൻ്റെ വല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതെല്ലാം ആണ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ. Then transfer to reserve. According to Companies Act 2013, company is free to transfer any part of its profit to reserve. റിസർവിലേക്ക് ഒരു പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാറ്റി വെക്കണമെന്ന് കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാം എത്ര പെർസെൻറ്റേജ് മാറ്റണം എന്നുള്ളത്. ഫൈനൽ ഡിവിഡൻറ്റ് ഇസ് ദ എമൗണ്ട് ഡിക്ലെയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആഫ്റ്റർ ദ കമ്പനി ഇഷ്യൂ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. That is, it is declared in the annual general meeting once the board of directors is sure of the company's financial health, cash flow, liquidity and other factors. Finally, board of directors ഫിക്സ് ചെയ്യുന്ന ഡിവിഡൻറ്റിനെയാണ് ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Then terms related to dividend. Proposed dividend, interim dividend, ഫൈനൽ ഡിവിഡൻറ്റ്, അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്, സ്ക്രിപ്പ് ഡിവിഡൻറ്റ്. ഇത് വ്യത്യസ്ത തരത്തിലുള്ള ഡിവിഡൻറ്റുകളാണ്. ഈ ഡിവിഡൻറ്റുകൾ, ഈ ടേംസുകളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിവിഡൻറ്റ് റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് അണ്ടർ ദ സബ് ഹെഡ് പ്രൊവിഷൻസ് അതർ കറൻറ്റ് ലൈബിലിറ്റീസ് എന്നുള്ളതിൻ്റെ, അതായത് കറൻറ്റ് ലൈബിലിറ്റീൻ്റെ അണ്ടറിൽ വരുന്ന അതർ കറൻറ്റ് ലൈബിലിറ്റീസിൽ പ്രൊവിഷൻ എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് വരിക. വെൻ ദ ഡിവിഡൻറ്റ് ഈസ് പ്രൊപ്പോസ്ഡ്, ദ ജേണൽ എൻട്രി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. അതായത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ഡിവിഡൻറ്റിനെയാണ്, കൊടുത്ത ഡിവിഡൻ്റ് അല്ല, പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഡിവിഡൻറ്റിനെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബിഫോർ എ കമ്പനീസ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് ബിഫോർ ദ റിലീസ് ഓഫ് ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദിസ് ഡിക്ലെയർഡ് ഡിവിഡൻറ്റ് യൂഷ്വലി അക്കമ്പനീസ് ദ കമ്പനീസ് ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആർ പെയ്ഡ് ഔട്ട് മന്ത്ലി ഓർ ക്വാർട്ടർലി. ഇൻറ്ററിം ഡിവിഡൻറ്റ് അക്കൗണ്ട് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ആസ് എ ഡെബിറ്റ് ബാലൻസ്. ഇൻറ്ററിം ഡിവിഡൻറ്റ് ഇടക്കാല ഡിവിഡൻ്റാണ്. അതായത് ഫൈനൽ ഡിവിഡൻറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിവിഡൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആനുവൽ ജനറൽ മീറ്റിങ്ങിനൊക്കെ മുന്നേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇൻറ്ററിം ഡിവിഡൻറ്റ് അക്കൗണ്ട് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് കാണുക. It is shown in the notes to accounts under the head surplus in the statement of profit and loss, which in turn will appear under the head reserve and surplus എന്നുള്ളതിൻ്റെ ഹെഡിലാണ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള കാറ്റഗറിയിലാണ് എന്തിനെ കാണിക്കുന്നത്? ഇൻറ്ററിം ഡിവിഡൻറ്റിനെ കാണിക്കുക. വെൻ ഇൻറ്ററിം ഡിവിഡൻറ്റ് ഈസ് പെയ്ഡ്, ദി ജേണൽ എൻട്രി ഈസ് ഇൻറ്ററിം ഡിവിഡൻറ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഇൻറ്ററിം ഡിവിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഇൻറ്ററിം ഡിവിഡൻറ്റ്, പേ ചെയ്യാകുമ്പോൾ ഇൻറ്ററിം ഡിവിഡൻറ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. അടുത്തത് ഫൈനൽ ഡിവിഡൻറ്റ്.
ഫൈനൽ ഡിവിഡൻഡ് ഈസ് ദ എമൗണ്ട് ഡിക്ലെയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആഫ്റ്റർ ദ കമ്പനി ഇഷ്യൂ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ആദ്യം പ്രൊപ്പോസ് ചെയ്യുന്നതാണ്. ഫൈനലി ആനുവൽ ജനറൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ ഇഷ്യൂ ചെയ്തതിന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്ന ഡിവിഡൻഡാണ് ഫൈനൽ ഡിവിഡൻഡ്. ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ഇൻ ദ ആനുവൽ ജനറൽ മീറ്റിംഗ് വൺസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ഷുവർ ഓഫ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്, ക്യാഷ് ഫ്ലോ, ലിക്വിഡിറ്റി ആൻഡ് അതർ ഫാക്ടേഴ്സ്. Then unclaimed dividend. Unclaimed dividend refers to the dividend not yet claimed by shareholders. That is unpaid dividend ആണ് അൺക്ലെയിംഡ് ഡിവിഡൻറ്റ്, കൊടുക്കാത്ത ഡിവിഡൻറ്റ്. ഇത് അപ്പിയറിംഗ് ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഷുഡ് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇൻ ദ സബ് ഹെഡ് അതർ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുക. അതായത് ലയബിലിറ്റിയാണ്, കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല. അതിൻ്റെ കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ഡിവിഡൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ഇനി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് ഡിവിഡൻറ്റ് ഉണ്ടെങ്കിൽ ഡിവിഡൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു അൺപെയ്ഡ് ഡിവിഡൻറ്റ്. ദെൻ സ്ക്രിപ്പ് ഡിവിഡൻറ്റ്. Scrip dividend, also known as the liability dividend, are issued by the company to its shareholders in the form of a certificate instead of cash dividend that provides a choice to its shareholders to get dividends at a later point of time or they can take shares in the place of dividend. സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഡിവിഡൻറ്റിനും പകരമായിട്ടൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു ലേറ്റർ പീരീഡിൽ അത് റിലീസ് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് റിലീസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ അവർക്ക് എന്താ കൊടുക്കുന്നത്, ഒരു സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനെയാണ് സ്ക്രിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്.